ഹായ് ഓൾ, വെൽക്കം ടു കബൂഡിലസ്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു മാമ്പഴക്കാലം വരാൻ പോവാണല്ലേ. പക്ഷെ എന്റെ വീട്ടിലെ മാവുകളിൽ ഈ ഒരു മാവിന്റെ മാമ്പഴത്തിന് മാത്രം നമ്മൾ കാക്കുന്നില്ല. പകരം കണ്ണിമാങ്ങ ആയിരിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേട്ടനോട് അത് പറിച്ചു കൊണ്ടുപോയിക്കൊള്ളാനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് റോഡ് സൈഡിൽ നിൽക്കുന്നതായതുകൊണ്ടും അസാധാരണമായ പൊക്കം ഈ മാവിനുള്ളത് കൊണ്ടും ഇത് പറിക്കാനോ അന്വേഷിക്കാനോ ആളുകൾ ഇപ്പോൾ തൽക്കാലം നമ്മുടെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ആ ചേട്ടനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഈ നാട്ടില് ഇത്ര ഹൈറ്റിൽ കയറാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് മുകളിൽ നിൽക്കുന്ന രണ്ടുപേരും ബംഗാളികളാണ് കേട്ടോ. മുകളിലേക്ക് കയറിപ്പോയ ഈ ചാക്കില് നിറയെ മാങ്ങയുമായി തിരിച്ച് ലാൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ കൊച്ചിലെ മാവിൽ കൊമ്പത്ത് കയറിയതും നീറ് കടിച്ചതും ചെരുപ്പ് കൊണ്ട് മാങ്ങാക്കിയിട്ട് എറിഞ്ഞതും അതൊക്കെ ഓർമ്മ വരികയാണ്. ഒക്കെ ഒരു നെസ്റ്റാൾജിക് മെമ്മറിയായി മാറിയല്ലേ. 90s കിഡ്സിന് വയസ്സായി. സ്ഥിരമായി ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ ഈ കാഴ്ചകളൊക്കെ എന്നെ ഇച്ചിരി വേദനിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾക്ക് മാങ്ങയെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ബോക്സിൽ ഒരു 17 ബോക്സോളം കിട്ടിയിരുന്നു. നമ്മൾക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ 5 കിലോ മാങ്ങയാണ് കിട്ടിയത്. അതെല്ലാം തണ്ടെല്ലാം കളഞ്ഞ് മമ്മി ഉപ്പിലിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുശേഷം കണ്ണിമാങ്ങ അച്ചാറാക്കാൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.